ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മായാവി ട്രേഡിംഗ്. അപ്പോൾ നമ്മൾ എന്നും എപ്പോഴും പറയുന്ന പോലെ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഹൈലി റിസ്ക് ഉള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ എത്ര റിസ്ക് ഉണ്ടെങ്കിലും നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുകയും അതിനെക്കുറിച്ച് അറിയുകയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റിസ്ക് ഒക്കെ പോകും. നമുക്ക് ഇതിൽ നിന്ന് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ വാർണിങ്സും കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രാറ്റജി അതുപോലുള്ള കാര്യങ്ങളൊന്നും അല്ല. ഇന്ന് നമ്മൾ 9 o'clock മോർണിംഗ് 11 o'clock നമ്മുടെ VIP സെക്ഷൻ ഉണ്ട്. നമ്മൾ എല്ലാ ദിവസവും മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 11 o'clock, പിന്നെ ഉച്ചയ്ക്ക് 2 o'clock, ദെൻ നൈറ്റ് 9 o'clock, പിന്നെ നമ്മുടെ UAE സെക്ഷൻ 10:30 നൈറ്റ്. ഇത്രയും സെക്ഷൻസാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. അപ്പം ഞാൻ എടുക്കുന്ന ട്രേഡുകൾ നിങ്ങൾക്കും താല്പര്യമുണ്ട്, നിങ്ങൾക്കും അതിനൊരു ഭാഗമാവണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ മായാവി ട്രേഡിങ്ങിൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അതിൽ അത് നോക്കിയിട്ട് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം ബാക്കിയുള്ള ഫോളോഅപ്സും കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ VIP ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനാണ്. നമ്മുടെ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിന് ശേഷം നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് VIP ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ സെക്ഷൻ ഏതാണ്? ഇന്ന് 11 o'clock സെക്ഷനാണ്. ഇന്ന് തേഴ്സ്ഡേ ആണ്, വ്യാഴാഴ്ചയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഏത് പെയറാണ് നല്ലത് നോക്കാം. നമുക്ക് NGN എടുക്കാം. NGN നമ്മുടെ ഗ്രൂപ്പിലേക്ക് കൊടുക്കാം. ഗ്രൂപ്പിലേക്ക് കൊടുത്തിട്ടുണ്ട്. കോൾ എന്ന് പറഞ്ഞ് കൊടുത്തു. നമുക്ക് അപ്പിലേക്ക് ഒരു ട്രേഡ് എടുത്ത് നോക്കാം. അപ്പിലേക്ക് ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ VIP ഗ്രൂപ്പ് കേട്ടോ. ഇതാണ് VIP ഗ്രൂപ്പ്. USD NGN 10.59. ഓക്കെ, ഞാൻ അപ്പിലേക്കൊരു ട്രേഡ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് അപ്പിലേക്ക് കൊടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ നല്ലൊരു ഇതാണ് കാണുന്നത്. ഒരു അപ് ട്രെൻഡാണ് കാണുന്നത്. എന്ന് വെച്ചാൽ ബയ്യേഴ്സിൻ്റെ നല്ലൊരു പ്രഷർ ഇവിടെ കാണുന്നുണ്ട്. അതുമാത്രമല്ല, നമ്മൾ റെക്റ്റാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഒക്കെ വരയ്ക്കുന്നത് ഇവിടെയാണ്. റെക്റ്റാങ്കിൾ ഉപയോഗിച്ചിട്ടാണ്. നമ്മുടെ ഫ്രീ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. യൂട്യൂബ് ചാനലിൽ ഫ്രീ ആയിട്ടുണ്ട്. അതിന് നമ്മുടെ VIP ഗ്രൂപ്പിലെ മെമ്പർ ആവണമെന്നൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? അതിന് നിങ്ങൾ VIP ഗ്രൂപ്പിൻ്റെ മെമ്പർ ആവുന്നുണ്ടോ? നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എത്രയോ ലക്ഷങ്ങൾ കൊടുത്തിട്ട് അല്ലെങ്കിൽ ആയിരങ്ങൾ കൊടുത്ത് നിങ്ങൾ പഠിക്കുന്ന ക്ലാസ്സുകൾ നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടു നോക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മളിത് വിന്നായി. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഒന്ന് എടുക്കട്ടെ. ഇപ്പോൾ നമ്മൾ കണ്ടോ വിന്നായി ഇവിടെ. എന്തുകൊണ്ടാണ് ഇവിടെ ട്രേഡ് എടുക്കാൻ കാരണം? ഈ ട്രേഡ് എടുക്കാനുള്ള കാരണം ഒരു മിനിറ്റ്. ഓക്കെ, ഒന്നുമില്ല. ഇങ്ങനെയാണ് നമ്മുടെ VIP ഗ്രൂപ്പാണത്. ഓക്കെ, ഇപ്പോൾ ഞാൻ രാവിലെ തന്നെ ട്രേഡ് എടുത്തു. USD NGNൽ അപ്പിലേക്കൊരു ട്രേഡ് എടുത്തു. അത് നമ്മൾ സക്സസ് ആയിക്കഴിഞ്ഞാൽ ഒരു സ്ക്രീൻഷോട്ട് ഇടുന്നു, പിന്നെ ഒരു ഇതിടുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ട്രേഡ് എടുക്കാൻ കാരണം? ഒന്ന്, നല്ലൊരു അപ് ട്രെൻഡ് ഇവിടെ കാണുന്നുണ്ട്. രണ്ട്, ഇവിടെയുള്ള ഒരു സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു ക്യാൻഡിൽ എന്തായാലും എന്താവും? അപ്പിലേക്ക് പോകും. അത് കഴിഞ്ഞ് ഇവിടെ റീടെസ്റ്റ്മെൻറ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെയും മാർക്കറ്റ് ഓക്കെ ആണെങ്കിൽ മാർക്കറ്റ് അപ്പിലേക്ക് തന്നെ പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അടുത്ത ട്രേഡ് നോക്കാം. ഇനി അടുത്ത ട്രേഡ് എവിടെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സോറി, ചെറിയ ചുമയുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഡിസ്റ്റർബ് ആവരുതെന്ന് വിചാരിക്കുന്നു. അടുത്ത ട്രേഡ് നമ്മൾ ഓരോ ട്രേഡും നമുക്ക് ഇഷ്ടംപോലെ ചാർട്ടുകളുണ്ട്. ഒരുപാട് പെയറുകളുണ്ട്. ഓക്കെ, ഇഷ്ടംപോലെ പെയറുകളുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും. ഇഷ്ടംപോലെ പെയറുകൾ. അപ്പോൾ ഈ പെയറുകളിലൊക്കെ നമ്മൾ തപ്പിപ്പിടിച്ച് നോക്കുക. എവിടെയാണ് നമ്മുടെ സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നത്, എവിടെയാണ് നമുക്ക് കറക്റ്റായിട്ട് ട്രേഡ് എടുക്കാൻ പറ്റുന്നത് എന്നൊക്കെയുള്ള നോക്കുക. ഞാനിവിടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മുടെ സ്ട്രാറ്റജിക്കൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എങ്ങനെ ട്രേഡ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് റെക്റ്റാങ്കിളാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ വീഡിയോസ് മായാവി ട്രേഡിങ്ങിൻ്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോസുകൾ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ നമ്മളൊരു ഇത് വരച്ചിട്ടുണ്ട്. ഇവിടെ റെസിസ്റ്റൻസും ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കുക, അടുത്തൊരു ക്യാൻഡിലും കൂടെ നോക്കിയിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാം. ഓക്കെ, എന്തായാലും USD ARS. ഓക്കെ, ഇത് നമ്മുടെ ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട്. ഒരു മിനിറ്റ്.
USDARS കൊടുത്തു. ഇത് മാർബോസോ ക്യാൻഡിലാണ്. എന്തായാലും ഇത് അപ്പിലേക്ക് തന്നെയാണ് പോകേണ്ടത്. പക്ഷേ നമുക്കിവിടെ ഇത്രയും റെസിസ്റ്റൻസും കാര്യങ്ങളും ഇവിടെ കിടക്കുന്നതുകൊണ്ട് നമ്മൾ എന്താ പറയുക, ഒരു ഓവർ കോൺഫിഡൻറ്റ് നമ്മൾ എടുക്കരുത്, അല്ലെങ്കിൽ ഓവർ ഇതെടുക്കരുത് നമ്മൾ. ഓക്കെ, ഇവിടെ അടുത്ത് തന്നെ ഒരു റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഉണ്ടോ, ഇവിടെ അടുത്ത് തന്നെ റെസിസ്റ്റൻസ് കിടക്കുന്നതുകൊണ്ടാണ്. നമുക്ക് നോക്കാം. ഓക്കെ, എല്ലായ്പ്പോഴും എപ്പോഴും നമുക്ക് ട്രേഡ് കിട്ടണം, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന സമയത്തൊക്കെ ട്രേഡ് കിട്ടണം എന്നുള്ളത് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇവിടെ ഞാനൊരു അപ്പിലേക്ക് ഒരു ട്രേഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ അപ്പിലേക്കാണ് ട്രേഡ് കൊടുക്കുന്നത്. ഇവിടെ റെസിസ്റ്റൻസ് തട്ടിയിട്ട് താഴോട്ടാണ് ഇത് പോകുന്നത്. പക്ഷേ ഞാനിവിടെ ഒരു അപ്പിലേക്ക് ട്രേഡ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നോക്കാം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. കാരണം ഇപ്പോൾ അപ്പിലേക്ക് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇവിടെ ഒരു റെസിസ്റ്റൻസ് കിടക്കുന്നുണ്ട്, കണ്ടാൽ മനസ്സിലാവും. ഇവിടെ ഒരു റെസിസ്റ്റൻസ് കിടക്കുന്നുണ്ട് ഇവിടെ ഈ ഒരു ഭാഗത്ത്. അപ്പോൾ ആ ഭാഗത്തേക്ക് മാർക്കറ്റ് പോകും എന്നുള്ള ഒരു കണക്കുകൂട്ടലിലാണ് നമ്മൾ നമ്മുടെ സ്ട്രാറ്റജി. നമ്മൾ എന്തൊക്കെ ഇതാക്കിയാലും സ്ട്രാറ്റജി ആയിട്ട് തന്നെ നമ്മൾ കണക്ക് കൂട്ടണം. അപ്പോൾ അങ്ങനെയാണ് അപ്പിലേക്ക് ട്രേഡ് കൊടുത്ത് നമുക്ക് നോക്കാം. ഇനി ഇത് ലോസ് ആവുകയാണെങ്കിൽ ഡബിൾ എമൗണ്ട് ഇട്ടിട്ട് നമ്മൾ MTG എടുക്കും. MTG എന്ന് പറഞ്ഞാൽ ഡബിൾ എമൗണ്ട് ഇട്ടിട്ട് നമ്മൾ നെക്സ്റ്റ് ക്യാൻഡിലിൽ ഡബിൾ എമൗണ്ട് ഇട്ടിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, ഡബിൾ എമൗണ്ട് ഇട്ടു. നമുക്ക് നോക്കാം. ഓക്കെ, മാർക്കറ്റ് പിന്നെയും താഴോട്ട് വന്ന് ഈ സപ്പോർട്ടിൽ വന്നിട്ടാണ് ഇനി എടുത്ത് പോകുന്നതെങ്കിൽ പിന്നെ നമുക്കൊന്നും പറയാനില്ല. നമ്മൾ ലോസിനെ അംഗീകരിച്ച് നമ്മൾ നെക്സ്റ്റ് എന്താ പറയുക, നെക്സ്റ്റ് സിഗ്നൽ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ട്രേഡ് ചെയ്യുന്നവരെന്നൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോസ് വരാതിരിക്കില്ല. ഓക്കെ, ലോസ് വരാതെ 100% പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടുള്ളൂ എന്ന് പറയുന്നത് അത് ശുദ്ധ മണ്ടത്തരമാണെന്ന് ഞാൻ പറയുള്ളൂ. അത് ഓക്കെ, കാരണം ലോസ് വരും. ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ലോസ് ഉണ്ടാവും. പക്ഷേ ആ ലോസ് നമ്മൾ റിക്കവർ ചെയ്യണം. നമുക്ക് റിക്കവർ ചെയ്യുന്നതിലാണ് നമ്മുടെ കഴിവും നമ്മുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ്, അല്ലെങ്കിൽ റിക്കവർ ചെയ്യുന്നതിലാണ് ഒരു ട്രേഡറിൻ്റെ ടാലൻ്റ് ഇരിക്കുന്നത്. ഓക്കെ, നമ്മൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ട്രേഡ് എടുക്കുന്നത് നമ്മുടെ പല സ്ട്രാറ്റജികളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ട്രേഡ് എടുക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. ഓക്കെ, പക്ഷെ വൺസ് നമ്മൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എല്ലാ വീഡിയോകളിലും മിക്ക ഇതിലും പറയുന്നത്, ഇപ്പോൾ നമ്മളിവിടെ വിന്നായി. ഓക്കെ, നമ്മുടെ MTG എടുത്ത് നമ്മൾ വിന്നായി. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇത് അപ്പിലേക്ക് തന്നെ പോകേണ്ട ഒരു ഇതാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ അപ്പിലേക്ക് എടുത്തത്. പക്ഷേ ഒരു എറർ ക്യാൻഡിൽ വന്നു. അത് മാർക്കറ്റ് തരുന്ന ഒരു എന്താ പറയുക, മാർക്കറ്റ് അങ്ങനെയാണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഓപ്പർച്യൂണിറ്റികൾ ഉള്ളപ്പോൾ നമ്മൾ വേഗം ട്രേഡ് എടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ സ്ട്രാറ്റജികൾ എവിടെയാണോ നമ്മൾ പഠിച്ച ഈ സ്ട്രാറ്റജികൾ, ഇപ്പോൾ ഞാൻ എടുക്കുന്ന ഈ സ്ട്രാറ്റജികളൊക്കെ നിങ്ങൾക്ക് മായവ ട്രേഡിങ്ങിൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ആ വീഡിയോസ് നോക്കിയിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് കോട്ടക്സ് നമുക്ക് ഡെമോ അക്കൗണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഒക്കെ ഡെമോ അക്കൗണ്ട് ഉണ്ട്. അതിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തെളിഞ്ഞ് നമുക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ റിയൽ അക്കൗണ്ടിലേക്ക് പോയിട്ട് കാല് വെച്ചാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ ഫസ്റ്റ് തന്നെ കൊണ്ടുപോയിട്ട് വെറുതെ റിയൽ അക്കൗണ്ടിൽ കൊണ്ടുപോയിട്ട് വെറുതെ കൊണ്ടുപോയി പൈസ അങ്ങനെയാണ് എന്ത് പറയണത്. പലരും ഒന്നും അറിയാതെ കൊണ്ടുപോയിട്ട് ഫസ്റ്റ് റിയൽ അക്കൗണ്ടിൽ കൊണ്ടുവിടും. ഓക്കെ, ഗ്രീൻ ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ ഇതിനി അപ്പിലേക്കേ പോകുള്ളൂ വെച്ചിട്ട് അപ്പിലേക്ക് എടുക്കും. ചിലപ്പോൾ 1-2 ട്രേഡ് വിന്നാവും. പിന്നെ വരുന്ന ട്രേഡുകൾ മുഴുവൻ ലോസാവും. ഡൗണിലേക്കാണെന്ന് വെച്ചിട്ട് ഡൗണിലേക്ക് എടുക്കും. ഇങ്ങനെയല്ല നിങ്ങൾ ഈ കാണുന്ന പോലെ അപ്പ് ഡൗൺ അങ്ങനെയല്ല ട്രേഡ് എടുക്കേണ്ടത്. ഇതിനൊരു സ്ട്രാറ്റജി ഉണ്ട്, ഇതിനൊരു റെസിസ്റ്റൻസ് ഉണ്ട്, ഇതിനൊരു സപ്പോർട്ടുണ്ട്. മാർക്കറ്റ് പോകുന്നത് അങ്ങനെയാണ്, സ്റ്റെപ്പ് വൈസ്. ഒക്കെ നോക്കിയേ, മാർക്കറ്റ് പോകുന്ന ഇങ്ങനെ പോയി ഇവിടെ വന്നു, ഇങ്ങനെ പോയി ഇങ്ങനെ വന്നു, ഇങ്ങനെ. ഒരിക്കലും മാർക്കറ്റ് ഇങ്ങനെ ഡയറക്റ്റായിട്ട് പോകുന്നില്ല അല്ലേ? ഒരു ഇതുണ്ട്, സ്റ്റെപ്പ് പോലെ ഇങ്ങനെ ഹയർ ആൻഡ് ലോ ഹൈ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് മാർക്കറ്റ് പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് ആദ്യം ഒന്നും അറിയാത്തൊരു വ്യക്തി എന്തായിരിക്കും, ഗ്രീൻ ക്യാൻഡ് വന്നു എന്നാൽ പിന്നെ ഞാൻ അപ്പിലേക്ക് എടുക്കുള്ളൂ, റെഡ് വന്നു എന്നാൽ പിന്നെ ഞാൻ ഡൗണിലേക്കേ എടുക്കുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താ പറ്റുക? വളരെ സിമ്പിളായിട്ടാണ് നമ്മുടെ കയ്യിലെ പൈസ മുഴുവൻ പോകും. അപ്പോൾ എന്ത് നമ്മൾ പറയും?
ഇത് കോട്ടക്സ് മോശമാണ്, അല്ലെങ്കിൽ ഇത് സിറോദ മോശമാണ്, അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത് അത് മോശമാണ്, അതുപോലെ തന്നെ ആ ഗ്രൂപ്പ് മോശമാണ്, ഈ ഗ്രൂപ്പ് മോശമാണ് എന്ന് പറഞ്ഞ് നടക്കുകയുള്ളൂ നമ്മൾ. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ ഇതെന്താണ്, എങ്ങനെയാണ്, എന്താണെന്നുള്ളതൊന്നും ആരും ചിന്തിക്കാനോ പഠിക്കാനോ പോകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ട്രേഡിങ്ങിൻ്റെ മേഖലയിലേക്ക് ആൾക്കാർ ഇപ്പോൾ കുറച്ച് വരുന്നുണ്ടെങ്കിലും നമ്മളൊക്കെ സ്റ്റാർട്ടിങ് സമയത്ത് ആൾക്കാർക്ക് പേടിയായിരുന്നു. ഇപ്പോൾ നമ്മളൊരു വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ട്രേഡിങ് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞാൽ അപ്പം പറയുന്നതാണ്, എന്തിനാടാ പൈസ കൊണ്ടേ കളയാനാണോ? മനസ്സിലാവുന്നുണ്ടോ? എന്തിനാടാ പൈസ കൊണ്ടേ കളയാനാണോ, നിനക്ക് ആവശ്യമില്ലാത്ത പണി, അങ്ങനെയുള്ള ഒരു ചിന്താഗതി ആയിരുന്നു. ഇപ്പോൾ കുറച്ച് മാറി വരുന്നുണ്ട്. എന്നാലും വളരെ 100-ൽ 1% ഒക്കെ, അല്ലെങ്കിൽ 2% എന്നൊക്കെ പറയാം, അത്രയേ പറയാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഇപ്പോഴും ട്രേഡിംഗ് എന്ന് പറയുന്നത് ഗാംബ്ലിംഗ് ആണ്, ട്രേഡിംഗ് എന്ന് പറയുന്നത് നമ്മുടെ പൈസ കളയാനാണ് എന്നുള്ള ചിന്തിച്ചത്. കാരണം എന്തുകൊണ്ടാണ് പൈസ പോണത്? ഈ ഒരു എന്താ പറയുക, മിസ്കൺസെപ്ഷൻ ഉള്ളതുകൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു ഇതുള്ളതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇനി നമുക്ക് ARS ചെയ്തു, IDR ചെയ്തു, നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന നമ്മൾ ട്രേഡ് എടുക്കില്ല. NGN നോക്കാം. NGN നല്ലൊരു ഇത് കാണിക്കുന്നുണ്ട്. നമുക്ക് USD NGN, ഓക്കെ, USD NGNലേക്ക് നോക്കാം. ഒരു നല്ലൊരു ക്യാൻഡിൽ കാണിക്കുന്നുണ്ട്. നമുക്കൊന്ന് അപ്പിലേക്ക് ഒരു ട്രേഡ് എടുത്ത് നോക്കാം കേട്ടോ. ഇത് ഓവറായി, എന്തായാലും ഇവിടെ ഒരു എറർ ക്യാൻഡിൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ ആസ് പെർ നമ്മുടെ സ്ട്രാറ്റജി വെച്ചിട്ട് അപ്പിലേക്ക് പോകാനാണ് ചാൻസ് കൂടുതൽ. മനസ്സിലാവുന്നുണ്ടോ? ഞാനൊരു ട്രേഡ് എടുക്കുമ്പോൾ എൻ്റെ ഒപ്പം എടുക്കുന്ന 100-200ഓളം ആൾക്കാരുണ്ട്. ഇപ്പോൾ എനിക്കൊരു ലോസ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 100-200ഓളം ആൾക്കാർക്കും ലോസാണ് വരിക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതും ഞാൻ നോക്കണം. പക്ഷേ നമുക്ക് നമ്മുടെ സ്ട്രാറ്റജി വിട്ടിട്ട് നമുക്ക് കളിക്കാനും പറ്റില്ല. നമ്മൾ എന്ത് വേണമെങ്കിലും നമ്മൾ ചെയ്തോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. പക്ഷേ നമ്മൾ ഒരിക്കൽ പോലും നമ്മുടെ സ്ട്രാറ്റജി വിട്ട് കളിക്കരുത്. ചിലപ്പോൾ സ്ട്രാറ്റജി 1-2 സ്ഥലത്ത് നമുക്ക് എന്താ പറയുക, ലോസ് തന്നിരിക്കാം. മനസ്സിലാവും? 1-2 സ്ഥലത്ത് നമുക്ക് ലോസ് തന്നിരിക്കാം. പക്ഷേ ഓവറോൾ അങ്ങനെയായിരിക്കില്ല. പക്ഷേ നമ്മുടെ സ്ട്രാറ്റജി വിട്ട് നമ്മൾ കളിച്ചു കഴിഞ്ഞാൽ എന്താവും, നമുക്ക് പണി കിട്ടും. മനസ്സിലാവും? ഇതിപ്പോൾ ലോസ് ആവുകയാണെങ്കിൽ നമ്മൾ ഒരു MTG നമ്മളിവിടെ എടുക്കും, ഡബിൾ എമൗണ്ടിൽ MTG എടുക്കും. നോക്കാം. അപ്പോൾ അത് ലോസായി, ഫസ്റ്റ് ഇത് ലോസായി, നമ്മൾ ഡബിൾ MTG എടുത്തു. ഇനി MTG ഇത് ലോസ് ആവുകയാണെങ്കിൽ പിന്നെ വേറൊന്നുമില്ല, നമ്മൾ നെക്സ്റ്റ് ഇത് പോകുന്ന നെക്സ്റ്റ് ഇതിലേക്ക് എന്താ പറയുക, നെക്സ്റ്റ് പെയറിലേക്ക് നമ്മൾ പോകണം. നെക്സ്റ്റ് പെയർ നമുക്ക് നോക്കിയെടുത്ത് നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മൾ മായാവി ട്രേഡിങ്. നമ്മൾ ട്രേഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങൾ കാണുന്ന പോലെ റെഡ് വന്നപ്പോഴത്തേക്കും അപ്പിലേക്കും, ഗ്രീൻ വന്നപ്പോഴത്തേക്കും മറ്റേ എന്താ പറയുക അപ്പിലേക്കും, ഗ്രീൻ വന്നപ്പോൾ അപ്പിലേക്കും, റെഡ് വന്നപ്പോൾ ഡൗണിലേക്കും തരുന്ന അങ്ങനത്തെ ഒരു കളറൊക്കെ കണ്ടിട്ട് തരുന്ന ഒരു ട്രേഡിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ ഉള്ള എന്തെങ്കിലും കാട്ടിക്കൂട്ടിയ അങ്ങനത്തെ ഒരു പരിപാടിയല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ നിങ്ങളൊപ്പം ട്രേഡ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഞാൻ ചെയ്യുന്ന ട്രേഡിൽ നിന്ന് നിങ്ങൾക്ക് അതേ ഇത് തന്നെ കോപ്പിയായിട്ട് തരണം. നമ്മൾ അധികം ഓവറായിട്ട് ട്രേഡ് എടുക്കുന്നില്ല. ഒരു 3 ട്രേഡ് അടുപ്പിച്ച് വിന്നായി കഴിഞ്ഞാൽ, 2 ട്രേഡ് അടുപ്പിച്ച് വിന്നായി കഴിഞ്ഞാൽ നമ്മളവിടെ നിർത്തും. ഇപ്പോൾ 3 നമ്മളവിടെ നിർത്തും. അത്രയേ ഉള്ളൂ. അതിൽ കൂടുതലായിട്ട് നമ്മൾ ഇതെടുക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ട്രേഡിങ്ങിൻ്റെ മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി എത്രത്തോളം നമ്മൾ നിൽക്കുന്നുവോ, എത്രത്തോളം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നോ, അത്രത്തോളം ചാൻസാണ് നമ്മുടെ ക്യാപിറ്റൽ വാഷ് ഔട്ട് ആവാൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പ്രോഫിറ്റ്, നമ്മുടെ കാര്യം എന്താണോ നമ്മൾ കുറച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കുക. ആ പ്രോഫിറ്റ് ഉണ്ടാക്കി നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങുക എന്നുള്ളതാണ്. ഇപ്പോൾ നോക്കിക്കേ, ഇത് രാവിലത്തെ സെക്ഷൻ ഇതാണോ. ഇന്നലെ 9 മണി സെക്ഷൻ 2 കോളേ കൊടുത്തുള്ളൂ. മാർക്കറ്റ് മോശമാണ്, പക്ഷേ 2 കൊടുത്തു, 2 നിന്നു. മാർക്കറ്റ് രാവിലത്തെ സെക്ഷൻ നമ്മൾ ആദ്യം NGNൽ കൊടുത്തു. ഓക്കെ, അതിൽ വിന്നായി. പിന്നെ നമ്മൾ USD ARSൽ കൊടുത്തു, അതിൽ വിന്നായി. പിന്നെ നമ്മൾ USD NGNൽ കൊടുത്തു, പിന്നെയും
ഓക്കെ അല്ല ഇഫ് ലോസ് യൂസ് 1 സ്റ്റെപ്പ് MTG. ഓക്കെ, ലോസ് ആവുകയാണെങ്കിൽ 1 സ്റ്റെപ്പ് MTG നമ്മൾ അതൊക്കെ ഇൻറ്റിമേഷനൊക്കെ ഓൾറെഡി ഉണ്ട്. ഓൾറെഡി നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, അങ്ങനെ ഇവിടെ ഇതും നമ്മൾ MTG എടുത്തു, നമ്മൾ വിന്നായി. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഇത്രയും മൂന്ന് സിഗ്നൽസ് കൊടുത്ത് 3 നമ്മൾ വിന്നായി. അപ്പോൾ ഇതുകൊണ്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ലെവലിൽ കളിച്ചാൽ മതി. നമ്മളൊരു ഒരു ഇതിൽ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രോഫിറ്റും കാര്യം ഉണ്ടാക്കാം. ഒരിക്കലും ഗ്രീഡി പോകരുത്, ഒരിക്കലും ഒരു ഓവർ കോൺഫിഡൻറ്റ് പോകരുത്. ഒരിക്കലും നമ്മൾ ചെയ്യുന്ന ട്രേഡ് അല്ലെങ്കിൽ ചെയ്യുന്ന ഇത് നമ്മൾ ഇത് നമുക്ക് വിന്നാകും. നമ്മളിപ്പോൾ ഈ ഒരു ട്രേഡ് വന്ന് നോക്കാം. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയാം. ഞാൻ ആരെയും ബോറടിപ്പിക്കില്ല എന്ന് വിചാരിക്കുന്നു, സോറി. ഞാൻ കുറച്ചും കൂടെ ഒരു ഇതായിട്ട് വാസ്റ്റായിട്ട് പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു വ്യക്തിക്കും കൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ USD NG എന്ന് പറഞ്ഞിട്ട് ഞാൻ കോൾ വന്നു. ഈ കോൾ തന്നു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ അപ്പിലേക്ക് ട്രേഡ് എടുക്കാൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മൈൻഡിൽ വിചാരിക്കരുത് ഈ ഒരൊറ്റ കോൾ കൊണ്ട് നിങ്ങൾ ഇത് വിന്നാകുന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് വിന്നാകുന്ന ഒരിക്കലും വിന്നാകുമെന്ന് വിചാരിക്കുമ്പോഴാണ് ഓക്കെ നിങ്ങളുടെ മൈൻഡിൽ അങ്ങനെ ആയിരിക്കണം. വിന്നാകൂല, അത് ലോസ് ആകും എന്നായിരിക്കണം നിങ്ങളുടെ മൈൻഡിൽ വിചാരിക്കേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അങ്ങനെയുള്ളപ്പോൾ ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മണി മാനേജ്മെൻറ്റിൻ്റെയും സൈക്കോളജീൻ്റെയും കാര്യമാണ് പറയുന്നത്. അങ്ങനെയുള്ള ഗുണമെന്ന് വെച്ചാൽ ഓക്കെ ഏത് ട്രേഡും ഞാനത് ലോസ് ആകുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓവറായിട്ടുള്ള എമൗണ്ട് ഇടൂല. ആരെങ്കിലും ഇടുമോ? ഇപ്പോൾ ഒരു 10,000 രൂപ ഒരു ക്യാപിറ്റൽ അല്ലെങ്കിൽ 50,000 രൂപ അല്ലെങ്കിൽ 5 ലക്ഷം രൂപ ക്യാപിറ്റലൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു 5,000 രൂപ ക്യാപിറ്റലൊരു വ്യക്തി ഈ ഒരു സിഗ്നൽ വന്ന് ഇത് വിന്നാകുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അവൻ എന്ത് ചെയ്യുക? ഓവർ കോൺഫിഡൻറ്റ് 2,000, 3,000, 4,000 ഇടും. അപ്പോൾ 500 ഇടും. പക്ഷേ ഇത് ലോസ് ആവുമെന്ന് അറിയണമെങ്കിൽ അവൻ എന്ത് ചെയ്യും? ഈ ലോസ് ആയിക്കഴിഞ്ഞാൽ എനിക്ക് റിക്കവറി ചെയ്യാൻ വേണ്ടിയിട്ട് MTG എടുക്കേണ്ടി വരും. അപ്പോൾ അതിനുള്ള പൈസ എനിക്ക് മാറ്റി വെക്കണം. ഇനി MTG അങ്ങനെ ലോസ് ആവുകയാണെങ്കിൽ നെക്സ്റ്റ് സിഗ്നലിലേക്കുള്ള പൈസ വേണം, അത് മാറ്റി വെക്കണം. അങ്ങനെ ഒരു കാൽക്കുലേഷനിലായിരിക്കും പിന്നെ ഇതിൽ പൈസ ഇടുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങളെടുക്കുന്ന എല്ലാ ട്രേഡും അല്ലെങ്കിൽ ഞാൻ തരുന്ന സിഗ്നൽസ് എല്ലാം ലോസ് ആകും എന്നുള്ളൊരു കൺസെപ്റ്റിൽ നിങ്ങൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ട്രേഡ് എടുക്കുകയാണെങ്കിലും, ഇപ്പോൾ എല്ലാവരും നമ്മുടെ ഗ്രൂപ്പിൽ വരണമെന്നില്ലല്ലോ. നിങ്ങൾ സ്വന്തമായിട്ട് എടുക്കുന്നവരൊക്കെ ഉണ്ടാവും ഈ വീഡിയോ കാണുന്നവർ. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ളവരാണെങ്കിൽ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഏത് സിഗ്നൽസും ലോസ് ആകും എന്നുള്ളൊരു കൺസെപ്റ്റിൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓവറായിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യില്ല, നിങ്ങൾക്ക് ഗ്രീഡിനെസ് ഉണ്ടാവില്ല, നിങ്ങൾക്ക് നല്ല സുഖമായിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാനും സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ വേറെ ഫോറക്സ് കാര്യങ്ങൾ വേറെ എല്ലാ കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ഓട്ടോമേറ്റഡ് സിസ്റ്റം കാര്യങ്ങളെല്ലാം ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നമ്മുടെ മായാവി ട്രേഡിങ്ങിൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ അതിലുള്ള കാണാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. പറ്റുമെങ്കിൽ ഒരു സബ്സ്ക്രൈബും ചെയ്ത് വിട്ടേരും, പറ്റുമെങ്കിൽ. ആരും നിർബന്ധിക്കുന്നില്ല. ഓക്കെ, അത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ്.